ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ ശരണ്യത അടിപൊളി ഒരു ചക്കയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ആണ് സൂപ്പർ ചക്ക. അപ്പൊ ചക്ക കാണുമ്പോൾ അറിയാല്ലേ ശരണ്യ ചക്ക പരീക്ഷണം. ഇനി നമ്മൾ മധുരക്കറി വെക്കാൻ പോകും. പരീക്ഷണം അല്ല, ഇതെല്ലാരും ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ ഈ സദ്യയുടെ ഒക്കെ കൂടെ ഒരു മധുരക്കറി ഉണ്ടാകുമല്ലേ? അപ്പൊ അതുപോലെ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. അതെ, എങ്ങനായി തീരുമെന്ന് അറിയത്തില്ല. അതെ അതെ, എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു. വേറൊരു കാര്യമുണ്ട്, മുന്തിരി ഉണ്ടാകണം അതിൽ. മുന്തിരിയെല്ലാം ഉണ്ട്, അതെല്ലാം റെഡിയാ. ഈ നമ്മള് സദ്യയുടെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ ഒരു മുന്തിരിയൊക്കെ ഇട്ട് തരുമല്ലേ? അപ്പൊ ആ കറിയല്ലേ? ആ കറി. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഒത്തിരി പേരെടുത്ത് ഹായ് പറയാനൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ആരും ഒരു പിണക്കം വെക്കരുത്, പേരെടുത്ത് പറയാൻ മറന്നുപോയി, ക്ഷമിക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അപ്പൊ എല്ലാ കൂട്ടുകാരും പോലെ നമുക്ക് മധുരക്കറി വെക്കാം. അപ്പൊ പോയേക്കാം. രാവിലെ മധുരക്കറി വെക്കാൻ പോകണം. ആർക്കാണ് ഇപ്പൊ രാവിലെ മധുരക്കറി? അച്ഛനെന്തോ കണക്കെഴുതിക്കൊണ്ടിരിക്കുന്നു രാവിലെ തന്നെ. രാവിലെ ഇച്ചിരി വെയിറ്റ് ചെയ്ത് മതിയാ. ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് വരാൻ ചേട്ടനെ. അച്ഛന്റെ കണക്കൊക്കെ തെറ്റി ഏതായാലും. അല്ല, ഏതാനും കണക്ക് തെറ്റിച്ച ചന്നയെ വന്ന് ഞാൻ നോക്കിക്കൊണ്ടത് ചന്നയെ വന്ന് പറഞ്ഞത്. ഏതാനും കണക്ക് എന്നാ നമുക്ക് ഇതങ്ങോട്ട് ചെയ്തേച്ചും പോവാം. കൂട്ടുകാർക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ഒന്നും പറഞ്ഞില്ല അച്ഛൻ. ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ആഹാ, ശരണ്യ ഒരു നമസ്കാരവും കൊടുത്തു. അയ്യോ, അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ്. അതെ, അപ്പൊ നമുക്ക് പൈനാപ്പിൾ ചെത്തിയേക്കാം. അപ്പൊ നമ്മളെ അമ്മേനെ കാണിച്ചിട്ടില്ല, അമ്മ ഇപ്പൊ വരും. അമ്മതേ പുറത്തുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ ദേ ശരണ്യ അച്ഛനും കൂടി ദേ പൈനാപ്പിൾ ചെത്താനായിട്ട് പോകും. ഇതെന്തിനാ? പ്ലാസ്റ്റിക് എന്തിനാ? അല്ല, ഇന്ന് എനിക്ക് ശരണ്യനെ മുള്ളുകൊള്ള ശരണ്യ വേണ്ട വേണ്ട ശരണ്യ. അതെവിടെങ്കിലും കൊണ്ട് നട്ടു വെക്കാം അല്ലേ? പിന്നെ ഇന്ന് ശരണ്യ ഒരു കാര്യത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉടുപ്പ് ചേഞ്ചായി, അടിപൊളി ഉടുപ്പായി. അങ്ങനെ വേണം, അടിപൊളി. അതെ, അതെ അതെ, അത് മതി. ഇപ്പൊ അടിപൊളി, ഹാപ്പിയായി. ഞാൻ ഹാപ്പിയായി. നമ്മളെ അമ്മേനെ കണ്ടില്ലല്ലോ. എന്നാ അത് അരിഞ്ഞോ അമ്മേ? അതെ, അമ്മ എത്തിയിട്ടുണ്ട്. അമ്മതെ അടുക്കളയിൽ തന്നെ. ഇത് എവിടെ നടക്കുകയാണ്? ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ആഹാ, അമ്മതേ വന്നപ്പോഴേ നമസ്കാരമൊക്കെ കൊടുത്ത് കണ്ട. ട്രെയിനിങ് കൊടുത്തായിരുന്നു നമസ്കാരം കൊടുക്കണമെന്ന്. കർക്കിടകമായോണ്ടായിരിക്കും എല്ലാരും നമസ്കാരം. കാരണം കർക്കിടകത്തിലല്ലേ ഏറ്റവും കൂടുതൽ നമസ്കാരങ്ങളൊക്കെ നടത്തണം, അതുകൊണ്ടായിരിക്കും. ശരണ്യ ഇവിടെ ഉണ്ടാ? അടിപൊളിയായിട്ടാണ് അച്ഛൻ അത് ചെത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി പൈനാപ്പിളാണ് കൂട്ടുകാരെ. ഇത് കാണുമ്പോ തന്നെ അറിയാലോ, സൂപ്പർ. അപ്പൊ ഇതൊക്കെ ഇനി ഒന്ന് ചെത്തി എടുത്തിട്ടൊക്കെ കാണിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ തേങ്ങാ ചിരണ്ടണം. അപ്പൊ പതിവ് പോലെ അമ്മ തേങ്ങാ ചിരണ്ടണം. കൂട്ടുകാരെ, ഈ മധുരക്കറി നേരാണ്. അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമല്ല മധുരക്കറിയോട് വലിയ താല്പര്യം. മധുരക്കറിയത് അമ്മക്കും അച്ഛനും. പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മധുരക്കറി ഇഷ്ടമല്ലല്ലേ? മധുരക്കറി ഇഷ്ടമല്ല. പകുതി മതി, പകുതി മതി.
സന്തോഷമായി. ഞങ്ങൾക്ക് മധുരക്കറി കഴിക്കാൻ പറ്റിയത് ശരണ്യക്ക് അറിയാം. അപ്പൊ പൈനാപ്പിളെങ്കിലും കഴിക്കാം. ശരണ്യ കണ്ടപ്പോഴേ ശരണ്യ പിക്കാനുള്ള രീതിയിലാക്കണല്ലേ. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊക്കെ കൂട്ടുകാരെ കാണിച്ചു തരാം. കണ്ട അടിപൊളി പൈനാപ്പിളാണ്. ശരണ്യ അല്ലെ അരിഞ്ഞൊക്കെ തീർന്ന നമ്മുടെ അച്ഛൻ പോവുകയും ചെയ്തു. ആഹാ ഇനിയിപ്പൊ അരച്ചെടുത്താ മതി. അരച്ചെടുത്താ മതി. ആഹാ അപ്പൊ നമുക്ക് ഇത് അരച്ചിട്ടൊക്കെ കാണിക്കാം അല്ലേ? നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അതെ നമ്മളെ അമ്മത ഇവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ. അമ്മത തേങ്ങയൊക്കെ ഉടച്ച്. അതെ അതെ. അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. അമ്മ ആ നേരത്ത് തേങ്ങ കൂട്ടുകാരെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ അരച്ചെടുക്കണം. ആ അപ്പൊ നമ്മൾ ഈ പാത്രത്തിൽ വെച്ചാ പറ്റിക്കുന്നത്. ആ പൈനാപ്പിൾ ജ്യൂസ് പോലെ കറക്റ്റ് അതാണല്ല. അപ്പൊ നമുക്ക് പാത്രത്തിലോട്ട് ഒഴിക്കാം. ആ അങ്ങനെ ശരണ്യ അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാൻ വെക്കണം അല്ലേ? എന്നിട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ടൊക്കെ ഇതിലെന്തെങ്കിലും ചേർക്കുവാ? മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്ര സാധനങ്ങളാണ് ചേർക്കുന്നത്. ആ ആ അപ്പൊ നമ്മുടെ കൂട്ടുകാരെ അതുകൂടി ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ ശരണ്യ ഉപ്പാണ് ഇടാൻ പോണേ. പിഞ്ച് ഉപ്പ് ഇടാം. ആ അപ്പൊ കൂട്ടുകാരെ ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി. ആ മഞ്ഞപ്പൊടി ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ അല്ലേ? അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഇച്ചിരി മുളക് പൊടി മതി അല്ലേ? എനിക്ക് ഒക്കെ അടിപൊളി കറിയാണ്. ഞാനും ഇത് കുമ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. ആ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. മുളക് പൊടി കൂട്ടുകാരെ ഇടുമ്പോൾ എപ്പോഴും ഇച്ചിരിയേ ഇടാവുള്ളൂ. അല്ലെങ്കിൽ ആ മഞ്ഞപ്പ് പോയി ചുമപ്പായി പോകും അല്ലേ? കള്ള കൂട്ടുകാരെ അങ്ങനെ ഇങ്ങനെ ഈ ഒരു കളറാണ്. കൂട്ടുകാരെ ഇതൊന്ന് വെന്ത് വേണ്ടിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചതച്ചോണ്ട് വരാം. ആ അത് ചതച്ചാ മതി അല്ലേ? ജീരകം ഇട്ട് ചതക്കണം. ആ അപ്പൊ കൂട്ടുകാരോട് പറയണ അരക്കരുത്, ചതച്ചാ മതി. കാണിച്ചു തരാം. നമ്മുടെ പൈനാപ്പിളൊക്കെ അങ്ങനെ ഇരുന്ന് വെന്തണ്ടിരിക്കുകയാണല്ലേ? വെന്തിട്ട് കാണിക്കാം. ഇത്ര ജീരകം വേണം. ആ അപ്പൊ തേങ്ങ ചതക്കാൻ പോയാണ്. ഒരു ചെറിയ ഇച്ചിരി ജീരകവും ശരിയായിട്ട് ചതച്ചെടുക്കും. നമ്മൾ തോരൊന്നും ചതച്ചെടുക്കത്തില്ല. അപ്പൊ ഞാൻ ചതച്ചോണ്ട് വരാം. ആ തേങ്ങ ചതച്ച തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ ചതച്ചെടുക്കാം. അതെ ഈ പരുവ ഒത്തിരി ഇതാകരുത് അല്ലേ? അപ്പൊ നമ്മുടെ തോരത്തിനൊക്കെ ഉള്ള രീതിക്ക് ചതച്ചെടുത്തു. നമ്മളെ ഇത് തീ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. വെന്ത് കിടക്കുകയാണ്. ആ അങ്ങനെ ശരണ്യതെ തേങ്ങയൊക്കെ വറുത്തോണ്ടിരിക്കുകയാണല്ലേ? ആ വെറുതെ തേങ്ങ മാത്രം ഇട്ട് അപ്പൊ ഇതൊന്ന് വറുത്തെടുത്തിട്ടൊക്കെ നമുക്ക് കാണിച്ചാ പോരെ? അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ആകും അല്ലേ? ശരണ്യ ഇവിടം വരെ നമ്മുടെ എന്താ വറുത്തത് ഒന്ന് കാണിച്ചാ കൂട്ടുകാരെ? അടിപൊളിയായിട്ട് വറുത്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കത്തിക്കാം. ആ അത് ഇപ്പൊ തുറന്നതേ ഉള്ള തണുക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. ചെറിയ തണുപ്പാണ്. പിന്നെ നമ്മൾ ഇന്ന് ശർക്കര വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ഒഴിക്കാൻ പോവാം. ശർക്കരപ്പാനി ഒഴിച്ചോണ്ടിരിക്കുകയാണ്. ആഹാ അടിപൊളി. അപ്പൊ എന്നിട്ട് വേണം ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ? ആ അപ്പൊ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ അല്ലേ? ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യക്ക് ഇഷ്ടപ്പെട്ടത്. ആ ശരണ്യക്ക് അത് ഇഷ്ടപ്പെട്ട അങ്ങോട്ട് പാനിയൊക്കെ ഒഴിച്ചപ്പോ നല്ല ഒരു ഭംഗിയായല്ലേ? ഇച്ചിരി ഒരു കറുത്ത് കൂടി കിട്ടി. ആ അപ്പൊ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വരും. ഒത്തിരി പറ്റിക്കണ്ടല്ലേ? ആ ആഹാ അങ്ങനെ വന്നല്ലേ? അതുപോലെ കൂട്ടുകാരെ അങ്ങനെ ഇതങ്ങോട്ട് തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനി ഇത് പറ്റിക്കഴിയുമ്പോഴാണ് അത് ഇടേണ്ടത്. പറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങയും കടുകെല്ലാം മുറിക്കണം. അപ്പൊ കൂട്ടുകാരെ ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കണം കേട്ടോ. മണം വരണ്ടായോ? അതെ അപ്പൊ അങ്ങനെ ഇച്ചിരി നെയ്യ് കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്ന് നമുക്ക് നെയ്യില്ലാത്ത പരിപാടി ഒന്നുമില്ല അല്ലേ? പിന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കോളി അടി പിടിക്കാതെ നോക്കണം. എവിടം വരെ ഈ ശരണ്യ? കൂട്ടുകാരെ
നമ്മളെ ഇത് പറ്റി തീർന്നിട്ടുണ്ട്. ആ. അപ്പൊ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇങ്ങനെയല്ലേ? വറുത്ത് വെച്ച തേങ്ങ ഇടാൻ പോണേ. ആ അപ്പൊ തേങ്ങ കൂടി ഇട്ടോണ്ടിരിക്കുക. അപ്പൊ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ വറുത്ത തേങ്ങ കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ശരണ്യ. അമ്മേ എങ്ങനെയുണ്ട്? കറിയുടെ ഒക്കെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങിയല്ലേ? വരാൻ തുടങ്ങി. എന്താ ഇങ്ങനെ ഈ പരുവായി. ഇനി നമുക്കൊന്ന് കടുക് വറുക്കണം. കടുക് വേണ്ടി വറുക്കാൻ മതി. കടുക് വറക്കണമെന്നില്ലല്ലോ, മധുരക്കറിയല്ലേ. മധുരക്കറിക്ക് അങ്ങനെ അധികം ആരും കടുക് വറുക്കാറില്ല. ഇല്ലെന്ന് തോന്നണം, അറിയാൻ മേലേട്ടാ. അപ്പൊ നമ്മൾ വറുക്കുന്നില്ല. വറുക്കണില്ല. വറുക്കുന്നില്ല. വേണ്ടെന്ന് വെച്ച് വേണമെങ്കിൽ വറുത്തിട്ട. വേണ്ട, നമുക്ക് കടുക് വറുക്കണ്ട. കടുക് വറുക്കുന്നില്ല. കടുക് വറുക്കണമെന്നുള്ളവര് കടുക് വറുക്കുക. അപ്പൊ അതെന്നാന്ന് പറഞ്ഞില്ല നമ്മുടെ കൂട്ടുകാർ. മുന്തിരി, പച്ചമുന്തിരി ഇല്ലേ, ആ ആ അതിട്ട് കൊടുക്കണം. അങ്ങനെ മുന്തിരി ഇട്ടോണ്ടിരിക്കുകയാണ് ശരണ്യ. കണ്ട അപ്പൊ കൂട്ടുകാരെ അങ്ങനെ അത് കണ്ട നമ്മുടെ മുന്തിരി കൂടി ഇടുമ്പോഴാണ് ഇതിനൊരു കളർഫുള്ളാകണം. വേണ്ട, ഇളക്കണ്ട. ഇളക്കണ്ടേ? ഇങ്ങനെ ഇട്ടാ ഒന്ന് ഇളക്കി കൊടുത്തേരി, വിളക്ക് ഒരു ചെറിയൊരു ഇത് കിട്ടട്ടെ. കണ്ട കണ്ട കൂട്ടുകാരെ അങ്ങനെ മുന്തിരിയും കൂടി ഇട്ട് നമ്മുടെ മധുരക്കറി അങ്ങനെ ഏകദേശം റെഡിയായി. ആയിട്ടുണ്ട്. അടിപൊളി കറിയാണല്ലേ? ഇതങ്ങനെ ഒരു തുള്ളി അങ്ങോട്ട് വാഴയിലാട്ട് വെച്ച ചോറ് ഇട്ടാൽ തിന്നുന്നതൊക്കെ എന്താ പൊളിയായിരിക്കും. അടിപൊളി. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാരും ചെയ്ത് നോക്കണം. നമ്മുടെ പൈനാപ്പിൾ കറി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനേ ഉള്ളൂ. അതെ. അപ്പൊ കൂട്ടുകാരെ ഇത് നമ്മൾ ഈ കല്യാണ സ്ഥലത്ത് കാണുന്ന പോലെ തന്നെയുണ്ട് കേട്ടാ. അപ്പൊ ചിലർക്ക് വേണമെങ്കിൽ ഇച്ചിരി വേണേ പറ്റിച്ചെടുക്കാം അല്ലേ? പറ്റിച്ചെടുക്കാം. പക്ഷെ ഇതാണ് ടേസ്റ്റ്. പിന്നെ കടുവ് വേണ്ടവർക്ക് ചേർക്കാം. നമ്മൾ ചേർക്കുന്നില്ല. മധുരക്കറിയല്ലേ, അപ്പൊ ഉണക്കമുളകെല്ലാം ഇട്ടാ എരിവാവും. അതെ. അമ്മ എന്തോ പറയാനായിട്ട് പോണല്ലേ? എരിവാകല്ലേ, ആ അതുകൊണ്ട് വേണ്ടവർക്ക് ചെയ്യാം. നമുക്ക് എരിവ് വേണ്ട. നമുക്ക് ഇച്ചിരി മധുരമുള്ള ആൾക്കാരെ. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്യണോ, കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അതെ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.